ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബേസിൽ ജോസഫ് നായകനായി വന്ന പൊന്മാൻ എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ സിനിമ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. കൂടാതെ GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തിയാണ് ഒരു സിനിമാറ്റിക് മൂഡിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയൽ സംഭവത്തെയോ അല്ലെങ്കിൽ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, സിനിമയിൽ നമ്മൾ എന്താണോ കണ്ടിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് മാത്രമാണ് ഇനിയുള്ള ഡീറ്റെയിൽസുകളും എക്സ്പ്ലനേഷനും പറയാനായി പോകുന്നത്. ഒന്ന്, സിനിമയിലെ കാസ്റ്റിന്റെയും ക്രൂവിന്റെയും എല്ലാം പേരുകൾ ആദ്യം എഴുതി കാണിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ഈ സിനിമയിൽ വരുന്ന സ്വർണത്തിന്റെ നിറത്തിലാണെന്ന് നമുക്ക് കാണാം. 2, ഇങ്ങനെ പേരുകളെല്ലാം എഴുതി കാണിക്കുന്ന സമയത്ത് ആദ്യ ഷോട്ടിൽ കാണിക്കുന്നത് ഒരു കടപ്പുറത്തിന്റെ ദൃശ്യവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ പള്ളിയിലെ ആഘോഷങ്ങളും മറ്റും കാണിച്ചുമാണ് അവസാനിപ്പിക്കുന്നത്. സോ ഇതേ രീതിയിൽ തന്നെയാണ് പിന്നീട് സിനിമയുടെ പ്രധാന കഥയും അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെയും ഒരു കടപ്പുറത്തിന്റെ ദൃശ്യം കാണിച്ചുകൊണ്ട് ഒരു കടലോരത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും പിന്നീട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു പള്ളിപ്പെരുന്നാളുമാണ് കാണിച്ചു പോകുന്നത്. 3, പിന്നീട് ആ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് സിനിമയിൽ വരുന്ന ആ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട താലി പോലെയുള്ള കാര്യവും കൂടാതെ ഒരു കമ്മലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയിൽ പറയുന്നത് സ്വർണവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മനുഷ്യരുടെയും കഥയാണ്. അതുകൊണ്ടാണ് പൊന്നും മനുഷ്യനും ചേർത്തുകൊണ്ട് പൊന്മാൻ എന്ന പേര് തന്നെ ഈ ചിത്രത്തിന് കൊടുത്തത്. ഇതുകൂടാതെ ആ പൊന്നെന്ന പേരിലെ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കണക്റ്റഡ് ആണെന്ന് കാണാം. അതായത് A എന്ന ചിഹ്നത്തിൽ തുടങ്ങി പിന്നീട് പായിലേക്ക് അത് കണക്റ്റ് ആയിരിക്കുന്നതായും അതിൽ നിന്ന് ദീർഘത്തിലേക്കും അവസാനം ഇന്നിലേക്കും അത് കണക്റ്റ് ആയിരിക്കുന്നതായി കാണാം. എന്നാൽ മാൻ എന്ന വാക്കിലേക്ക് വരുന്ന സമയത്ത് അടുത്തടുത്താണ് അക്ഷരങ്ങളെല്ലാം നിൽക്കുന്നതെങ്കിലും അതൊന്നും കണക്റ്റഡ് അല്ല എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പൊന്ന് എന്ന വാക്ക് ആഭരണങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെ കണ്ണുകൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റെഫിയുടെ ആംഗിളായിട്ടുള്ള ബ്രൂണോ എന്ന ക്യാരക്ടർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ ഹെൽമെറ്റിലും മൊബൈലിലും എന്തിന് വീട്ടിലെ കലണ്ടറിൽ പോലും ചെഗുവേരയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സിംബലുകളും മറ്റും നമുക്ക് കാണാം. ഇതുകൂടാതെ ഇയാളുടെ വീട് കാണിക്കുമ്പോൾ അവിടെയും പല ഭാഗത്തായി മുൻപ് പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നിട്ട് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ഫ്ലെക്സുകൾ കിടക്കുന്നതായി നമുക്ക് കാണാം. പിന്നീട് ശർമ്മ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അയാൾ പള്ളികളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രൂണോയിൽ നിന്നും നേരെ ഓപ്പോസിറ്റായി അയാളുടെ മുറിയിലായി പള്ളിയുമായി ബന്ധപ്പെട്ട കലണ്ടർ കിടക്കുന്നതായും കൂടാതെ അയാൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് നാടകങ്ങളുടെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായും ചിത്രത്തിന്റെ അവസാനം വരുന്ന ആ ഒരു നാടകവുമായി ബന്ധപ്പെട്ട ആ കുരിശ് ആ ഒരു ലോഡ്ജിൽ ഇരിക്കുന്നതായി ആദ്യം തന്നെ കാണിക്കുന്നുമുണ്ട്. ഇതിനുശേഷം ശർമ്മയും ബ്രൂണോയുമായി പരിചയപ്പെട്ടതിനു ശേഷം വിഷമിച്ചിരിക്കുന്ന ബ്രൂണോയെ ശർമ്മ സഹായിക്കുന്നതായും അപ്പോൾ ശർമ്മയെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു രക്ഷകനായി ഒരു ദൈവമായി ബ്രൂണോയ്ക്ക് തോന്നുന്നതായും കാണിക്കുന്നുണ്ട്. സോ ആ സമയം ശർമ്മ യേശുവായി വേഷമിട്ടിരിക്കുന്ന ആ ഒരു നാടകങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിൽ രക്ഷകൻ എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. സോ ഇത് ബ്രൂണോയ്ക്ക് മുന്നിൽ ശർമ്മ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ പേര് തന്നെ അവിടെ കൊടുത്തിരുന്നത്. ഈ ലോഡ്ജിലെ സീനുകളിൽ തന്നെ ബ്രൂണോ ചെമ്പട എന്ന വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് അതിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെ സുവർണൻ എന്നൊരാളുടെ പേര് കൊടുത്തുകൊണ്ട് ഒരുപാട് ചാറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് ഈ ചിത്രത്തിൽ സ്ഥാനാർത്ഥിയായി കാണിക്കുന്ന ലോപ്പസ് ഗോൺസാൽവസ് എന്ന ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേരാണ് സുവർണൻ പരവൂർ. സിനിമയിലെ പോലെ തന്നെ റിയൽ ലൈഫിലും അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. 12, സിനിമയിൽ അജേഷ് എന്ന ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അയാൾ അടുപ്പിച്ച് 2 ഗ്ലാസ് മദ്യപിക്കുന്നതായി കാണാം. ഇവർ ആദ്യമൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ഇവർ ഒരു ഗ്ലാസ് മദ്യം കുടിക്കുന്നതിന് മുന്നേ തന്നെ അജേഷ് വീണ്ടും ഒന്നുകൂടി കഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് വിവാഹത്തിന്റെ പാർട്ടി നടക്കുന്ന സമയത്ത് ഇവർ ആദ്യം തന്നെ ഒരുമിച്ച് 2 ഗ്ലാസ് മദ്യം ഒഴിച്ചിട്ടാണ് അജേഷിന് കൊടുക്കുന്നതെന്ന് കാണാം. സിനിമയിൽ കുറെ ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും വരുന്നത് അജേഷ്, ബ്രൂണോ, മരിയാനോ എന്നീ ക്യാരക്ടറുകളെല്ലാമാണ്. സ്റ്റെഫിയുടെ സഹോദരൻ, സ്റ്റെഫിയുടെ ഭർത്താവ്, സ്റ്റെഫിയെ സഹായിക്കാനായി വന്ന് പെട്ടുപോകുന്നയാൾ, എങ്ങനെയുള്ള രീതിയിലാണ് ഈ 3 പേരെയും കാണിച്ചിരിക്കുന്നത്. അതിൽ ഈ 3 പേരുടെ സ്വഭാവങ്ങളും തമ്മിൽ പല കണക്ഷനും ഉള്ളതായി കാണാം. ആദ്യത്തെ ബ്രൂണോ എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് അയാൾ ഒരുപാട് വയലൻസ് എല്ലാം ഉള്ള ആളാണെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ ഉപദ്രവിക്കുന്നെല്ലാം ഉണ്ടെങ്കിൽ കൂടി യാതൊരു പണിക്കും പോകാതെ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അജേഷ് എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. അയാൾ കുടുംബത്തിനായി ഒരുപാട് കഷ്ടപ്പെടുന്നയാളാണ്. എന്നാൽ ബ്രൂണോയെ പോലെ അങ്ങനെ വയലൻസ് ഒന്നുമുള്ള ആളല്ല.
പകരം ഒട്ടും ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മാത്രമാണ് മരിയാനയെ ഉപദ്രവിക്കുന്നതായി കാണിക്കുന്നത്. സോ ഇങ്ങനെ ബ്രൂണോ, അജേഷ് എന്നിവരെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളായി കാണിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ പോലെയാണ് മരിയാനോ എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. മരിയാനോ അജേഷിനെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണ്. കൂടാതെ ബ്രൂണോയെ പോലെ പെട്ടെന്ന് തന്നെ വയലൻസ് എല്ലാമുള്ള, പെട്ടെന്ന് തന്നെ ആളുകളെ ഉപദ്രവിക്കുന്ന ആളുമാണ്. സോ ഇങ്ങനെ സ്റ്റെഫിയുമായി കണക്ട് ചെയ്തു വരുന്ന ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളും തമ്മിൽ പല കണക്ഷനും ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന മാസമാണ്, ഇന്ന ദിവസമാണ് എന്ന് വ്യക്തമായി എവിടെയും കാണിക്കുന്നതായി കണ്ടില്ല. എന്നിരുന്നാലും ശർമ്മയുടെ മുറി കാണിക്കുന്ന സമയത്ത് അവിടെ നവംബർ ഡിസംബർ മാസത്തെ കലണ്ടർ കിടക്കുന്നതായി കാണാം. ഇതുകൂടാതെ കപ്യാരെ തല്ലിയതിന്റെ ഒത്തുതീർപ്പിന്റെ ചർച്ച പള്ളിയിൽ നടന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയം അവിടെ ഒരുപാട് സ്റ്റാറുകൾ കിടക്കുന്നതായി കാണാം. കൂടാതെ മരിയാനയുടെ അമ്മ നോമ്പിന് മുന്നേ ഇവരുടെ വിവാഹം നടത്തണമെന്നും പറയുന്നുണ്ട്. പിന്നീട് മരിയാനയുടെയും സ്റ്റെഫിയുടെയും വിവാഹ ദിവസം ആ ഓട്ടോക്കാരൻ സുഹൃത്ത് അവിടെ നിന്നും പോകുന്ന സമയത്ത് ബ്രൂണോയോട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുമുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം ഡിസംബർ മാസം ക്രിസ്മസിന് മുന്നെയാണ് സിനിമയുടെ കഥ തുടങ്ങിയതെന്നും ഏകദേശം ജനുവരി പകുതിയോടടുത്തായിരിക്കാം അവസാനിച്ചതെന്നും കണക്കാക്കാം. സ്റ്റെഫിയുടെ സഹോദരൻ ബ്രൂണോ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇവരുടെ കുടുംബം എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്നോ സ്റ്റെഫിയുടെ അമ്മ എന്ത് ജോലിക്കാണ് പോയിരുന്നതെന്നോ എടുത്തു തന്നെ പറയുന്നില്ലെങ്കിലും സിനിമയിൽ ഒരു ഭാഗത്ത് മരിയാനോ അജേഷിനെ പറ്റി അറിയാനായി സ്റ്റെഫിയുടെ അമ്മയെ കോൾ ചെയ്യുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്തിരുന്ന് പാത്രങ്ങൾ കഴുകുന്നതായും അതൊരു കടയുടെയോ മറ്റോ പുറമാണെന്നും അവിടെ കിടക്കുന്ന ഒരുപാട് പാത്രങ്ങളിൽ നിന്നും അതൊരുപക്ഷെ ഒരു ഹോട്ടലോ മറ്റോ ആണെന്നും കണക്കാക്കാം. സോ ഇത്തരത്തിൽ ഹോട്ടലിലോ മറ്റോ ജോലിക്ക് പോയിട്ടാണ് സ്റ്റെഫിയുടെ അമ്മ ആ കുടുംബം നോക്കിയിരുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സീനിൽ സ്റ്റെഫിയും അമ്മയും ലൗലി എന്ന സ്ത്രീയുടെ അടുത്ത് വന്നുകൊണ്ട് വിവാഹത്തിന് സഹായിക്കാനായി പറയുകയും ആ സമയം ലൗലി തൻ്റെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളെല്ലാം വരവാണെന്ന് പറയുകയും പിന്നീട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സ്റ്റെഫിയുടെ അമ്മ ലൗലിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പണ്ട് തൻ്റെ കഴുത്തിൽ കിടന്നതാണെന്നും സ്റ്റെഫിയുടെ അച്ഛൻ കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ലൗലി ആദ്യം തൻ്റെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളെല്ലാം വരവാണെന്ന് പറയുന്ന സമയത്ത് അമ്മ താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ മാലയിലേക്ക് പെട്ടെന്നൊന്ന് സൂക്ഷിച്ചു നോക്കുന്നതായി കാണാം. എന്റെ പൊന്നേച്ചി, ഇതാണോ ചേച്ചി ഉദ്ദേശിച്ചത്? ഇത് മുഴുവൻ വരവാ ചേച്ചി. അങ്ങാരെന്നും എഞ്ചിൻ പണിയാ. ഇതുപോലെ വിവാഹത്തിന്റെ പിറ്റേന്ന് അജേഷും ബ്രൂണോയും മരിയാനയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ മരിയാനയുടെ സഹോദരി അജേഷിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായി കാണാം. സോ ആ സീനും സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ദൂരേക്ക് മാറിയിരിക്കുന്ന മരിയാനയുടെ അമ്മയും സ്റ്റെഫിയും ഈ കാര്യം കാണുന്നുണ്ടെന്നും മനസ്സിലാക്കാം. സോ ഇങ്ങനെ ഈ കാര്യം കാണുന്നത് കൊണ്ടാണ് പിന്നീട് സ്റ്റെഫി അജേഷിനോട് മരിയാനയുടെ സഹോദരിക്ക് അജേഷിനെ നോട്ടമുണ്ട് എന്ന രീതിയിൽ പറയുന്നത്. സോ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോകുന്ന പല നോട്ടങ്ങളിലൂടെയും മറ്റും പോലും അവർ പല കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ചെമ്മീൻകെട്ടിൽ വന്നുകൊണ്ട് അജേഷ് മരിയാനയുമായി വഴക്കുണ്ടാക്കുകയും പിറ്റേന്ന് അതെല്ലാം തന്റെ പ്ലാൻ ആയിരുന്നുവെന്നും താൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്നും അജേഷ് പറയുന്നുണ്ട്. സോ ഇതിലൂടെ അജേഷ് മരിയാനയോട് അങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുമ്പോൾ അജേഷിന് തന്നോടെന്തോ ദേഷ്യമുണ്ടെന്ന് മരിയാനയ്ക്ക് തോന്നുകയും അത് സ്റ്റെഫിയോട് പോയി തിരക്കുകയും അത്തരത്തിൽ മരിയാനോ കാര്യങ്ങൾ അറിയുമെന്നും അജേഷ് ചിന്തിക്കുന്നുവെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഇതുകൂടാതെ സിനിമയുടെ അവസാനം എത്തുമ്പോൾ ആ ഒരു ചെമ്മീൻ കെട്ടിൽ അജേഷ് വന്നുകൊണ്ട് ചെമ്മീൻ തുറന്നു വിട്ടുകൊണ്ട് മരിയാനയെ ഭീഷണിപ്പെടുത്തി ആ സ്വർണം നേടിയെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു സമയത്തുള്ള മരിയാനയുടെ റിയാക്ഷൻ മാത്രമല്ല, ആ ഒരു ദിവസം മുഴുവൻ ഇരുന്നുകൊണ്ട് അവർ പകലവിടെ വരികയും രാത്രി വരെ അവിടെ തങ്ങുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ഈ സമയം അത്രയും അവിടെ ചെലവഴിച്ചുകൊണ്ട് മരിയാനയ്ക്ക് ആ ഒരു ചെമ്മീൻ കെട്ടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ചെമ്മീനുകളോടുള്ള അടുപ്പത്തെക്കുറിച്ചും ആ ഒരു ചെമ്മീൻ കെട്ടിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം അജേഷ് പഠിക്കുകയും പിന്നീട് ഒരവസരത്തിൽ തനിക്ക് ഇതെല്ലാം ആവശ്യമായി വരുമെന്നും അജേഷ് മുൻകൂട്ടി ചിന്തിച്ചിരിക്കാം. സോ അന്ന് മരിയാനയുമായി വഴക്കുണ്ടാക്കി അതിലൂടെ മരിയാന വീട്ടിൽ പോയി സ്വർണത്തിന്റെ കാര്യം മനസ്സിലാക്കണം എന്നത് മാത്രമല്ല, പകരം ഇങ്ങനെ ചെമ്മീൻ കെട്ടിനെക്കുറിച്ചും മരിയാനയെക്കുറിച്ചും മരിയാനയ്ക്ക് ചെമ്മീൻ കെട്ടിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അതിലൂടെ അയാളുടെ വീക്ക്നെസ്സിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കിയെടുത്ത് എങ്ങനെയാണ് അത് മരിയാനയ്ക്കെതിരെ തിരിക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കുകയായിരുന്നു അജേഷിന്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ അവസാനത്തിൽ അജേഷും സ്റ്റെഫിയുമായി വള്ളത്തിൽ പോകുന്ന സമയത്ത് ഇനി ഇവർ ഒന്നിക്കുമോ അല്ലെങ്കിൽ സ്റ്റെഫിയെ അജേഷ് വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ഇവർ രണ്ടായി പിരിയുമോ എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകുന്ന കാര്യമാണ്. ഇതിൽ എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇവർ രണ്ടും ഒന്നിച്ചിരിക്കാം. സിനിമയുടെ തുടക്കത്തിലെല്ലാം ഇവർ കുറച്ച് വഴക്കടിച്ചാണ് പോകുന്നതെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യുന്നതായും രണ്ടുപേരും പരസ്പരം സഹായിക്കാൻ നോക്കുന്നതായും ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടുപേരും ആ പൊന്നിന് അങ്ങനെ വിലയൊന്നും കൽപ്പിക്കുന്നില്ല എന്നും അജേഷ് അത് തന്റെ ജീവിതമാർഗമായതുകൊണ്ട് മാത്രമാണ് അതിന്റെ പിന്നാലെ പോകുന്നതെന്നും അതില്ലാത്ത സ്റ്റെഫിയെ കാണാനാണ് കൂടുതൽ ഭംഗിയെന്നുമെല്ലാം പറയുന്നുണ്ട്.
സോ ഈ ഒരു രംഗങ്ങളിലൂടെയെല്ലാം തീർച്ചയായിട്ടും തൻ്റെ സ്വഭാവത്തിനോടും തൻ്റെ ചിന്തകളോടും അടുത്ത് നിൽക്കുന്ന, തന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന, താൻ കാരണം ഒരുപാട് വിഷമിച്ച അജേഷിനോടൊപ്പം പിന്നീട് ജീവിക്കാമെന്ന് തീർച്ചയായും സ്റ്റെഫി ചിന്തിച്ചിരിക്കാനാണ് സാധ്യതയുള്ളത്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അവസാനത്തേത്, ഇങ്ങനെ അവർ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റെഫി തൻ്റെ ദേഹത്ത് കിടന്ന എല്ലാ ആഭരണങ്ങളും ഊരി മാറ്റുകയും ആ സമയം അജേഷ് ഇപ്പോഴാണ് നിന്റെ മുഖത്ത് വെട്ടം വന്നതെന്ന് പറയുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം നൽകുന്ന ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ ആ സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്നതായിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.